അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. മുന്നണിയിലൊന്നും നിൽക്കുന്ന വിഷയമല്ല. അതൊന്നും മുന്നണി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇതൊന്നും മുന്നണിയിൽ ഒരു കാലത്തും ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയിലൊക്കെ നിയതമായ ചില നടപടിക്രമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നും മുന്നണി പോകില്ല. അത് കണ്ടാൽ മതി. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം അവിടെ ചർച്ച ചെയ്തിരാം, മുന്നണി ചർച്ച ചെയ്തിരാം. അതേപോലെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇതും. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് വിഷമിക്കേണ്ടത്. നമസ്കാരം. കേരളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയം ഏറ്റെടുത്ത അല്ലെങ്കിൽ ഏറ്റുവാങ്ങിയ പാർട്ടിയാണ് നിലവിൽ CPM അഥവാ LDF എന്ന് പറഞ്ഞ സംഘടനയും പാർട്ടിയും. മുന്നണികളിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ശിഥിലീകരണം തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടായിരുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം PM ശ്രീയുമായി ബന്ധപ്പെട്ട CPIയും CPMഉം വലിയ തരത്തിലുള്ള ഭിന്നിപ്പിലോട്ട് പോകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഏറ്റവും അവസാനമായി ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളനുസരിച്ച് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു എന്നുള്ള നിലക്കാണ് കാര്യങ്ങളുടെ മൊത്തം പോക്ക്. കാരണം ഒരു വശത്ത് CPI പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ല എന്ന രീതിയിലാണ്. ഇപ്പം ഇന്നലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളതും പ്രതിപക്ഷ നേതൃസ്ഥാനം മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യുകയുമില്ല എന്നുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം CPIക്ക് കൊടുത്തത്. അതും പാർട്ടി യോഗങ്ങളിൽ ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുമായുള്ള മീറ്റിങ്ങിൻ്റെ ഉള്ളിലോ അല്ല ഇക്കാര്യം പറഞ്ഞത്. പൊതുവിടങ്ങളിൽ, അതായത് മാധ്യമങ്ങൾക്കിടയിലുള്ള ചോദ്യത്തിനിടെയാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഒരു മറുപടിയുമായി CPIക്കെതിരെ രംഗത്ത് വന്നത്. അതിന് മറുപടി എന്നോളമാണ് ഇപ്പോൾ നിലവിൽ CPI രംഗത്ത് വന്നിരിക്കുന്നത്. CPI പറഞ്ഞിട്ടുള്ളത് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നും ഇതൊരു ഏകാധിപത്യ തീരുമാനം എടുക്കേണ്ടതല്ല എന്നുള്ളതും ഇത് പിണറായി വിജയന്റെ മാത്രം തീരുമാനമാണോ അതല്ല CPMന്റെ കൂടി തീരുമാനമാണോ എന്ന് അറിയേണ്ടതുണ്ട് എന്നുമൊക്കെയാണ് CPI ഇപ്പോൾ നിലവിൽ ആവശ്യപ്പെടുന്നത്. നമുക്ക് എന്തായാലും CPIയുടെ വോയിസ് ഒന്ന് കേൾക്കാം. പ്രതിപക്ഷ മുന്നണിക്കകത്ത് ആ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് CPI ആവശ്യപ്പെട്ടുള്ളത്. അങ്ങനെ ഏകപക്ഷീയമായി അടക്കേണ്ട ഒരു വിഷയമല്ല എന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. ഇപ്പോഴും രാജ്യത്തിൻ്റെ ഭരണഘടന പോലും ഭേദഗതി ചെയ്യാൻ ആവശ്യമായ സാഹചര്യമുള്ളപ്പോൾ കീഴ്വഴക്കത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? കീഴ്വഴക്കങ്ങളൊക്കെ മാറി മാറി വരാനുള്ളതാണല്ലോ. അതുകൊണ്ട് കീഴ്വഴക്കം എല്ലാ കാലത്തും പിന്തുടരേണ്ട ഒന്നല്ല, അത് മാറേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ആ നിലപാടിൽ മാറ്റം വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉപനേതൃസ്ഥാനം CPIക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. CPIക്ക് ഇപ്പോൾ പിന്മാറാനുള്ള സാഹചര്യം ഇല്ല. ഇതിൽ ഇടതുപക്ഷ മുന്നണിക്കകത്ത് ഈ വിഷയം ചർച്ച ചെയ്യണം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ചർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കേട്ടല്ലോ, CPI തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളതും ഭരണഘടന വരെ തിരുത്തി എഴുതപ്പെടുന്ന ഒരു സമകാലിക കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം കടന്നു പോകുന്നത് എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഈ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചർച്ച ചെയ്യണം എന്നുള്ളതും. അപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പല കാര്യങ്ങൾ തുടക്കം മുതൽ CPI കൃത്യമായ നിലപാട് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ ഇലക്ഷന് കുറച്ച് മുമ്പേ ആയിരുന്നു PM ശ്രീയുമായി ബന്ധപ്പെട്ട് പാതിരാത്രി ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ V ശിവൻകുട്ടിയും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ പോയി ഒപ്പിടുന്നതും പാതിരാത്രി ഇതൊന്നും ആരും അറിയാണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴാണ് CPI പോലും അറിയുന്നത് ഇത്തരത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ള വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് മുന്നണിക്ക് വലിയ തരത്തിലുള്ള വാക്പോര് ഉടലെടുക്കുന്നതെന്നല്ല നമ്മൾ കണ്ടതാണ്. പിന്നീട് ഏറ്റവും അവസാനമായി CPIയുടെ നിർബന്ധത്തിന് വഴങ്ങി താൽക്കാലിക മരവിപ്പിച്ചു എന്നുള്ള തരത്തിൽ കത്ത് കേന്ദ്രത്തിന് എഴുതി എന്നുള്ളതാണ് പിണറായി വിജയൻ സർക്കാർ പിന്നീട് പറഞ്ഞത്. പക്ഷെ ആ വിഷയത്തിലും CPI എടുത്ത നിലപാടിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ CPM അകപ്പെട്ടു പോയി, അല്ലെങ്കിൽ മുന്നണി വലിയ തരത്തിൽ ശിഥിലീകരണത്തിലോട്ട് പോകും എന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി CPM പോയത്. അന്ന് CPI പറഞ്ഞത് മറുപടി CPMന് കൊടുത്ത മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ വിഷയം ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ PM ശ്രീയും ബന്ധപ്പെട്ട കാര്യത്തിൽ എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാർ പുറകോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ തങ്ങൾ പ്രവർത്തിക്കും എന്നുള്ളതും മാത്രമല്ല മുന്നണിയിൽ CPIയുടെ മന്ത്രിമാരെ പിൻവലിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് CPI അന്ന് ഈ പറഞ്ഞ പോലെ CPMന് മുമ്പോട്ട് വെച്ചത്. അങ്ങനെ ഒരു വിധിയും ഇല്ലാണ്ട് ഒരു നിവൃത്തിയും ഇല്ലാണ്ട് CPIനെ ഇനി പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള ഒരു ധാരണ എത്തിയതോടുകൂടി ഏറ്റവും അവസാനം ഈ പറഞ്ഞ പോലെ യൂട്ടേൺ അടിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനെയും കണ്ടത്. എന്തായാലും ആ വിഷയത്തിൽ പിന്നീട് CPIയുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടിയതോടെ CPM യൂട്ടേൺ അടിക്കേണ്ടി വന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ PM ശ്രീയിലെ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായതിന് പിൽക്കാലത്ത് അത് സതീശൻ സർക്കാരിനെ വേട്ടയാടി എന്നുള്ളതാണ്. ആവശ്യമായി ബന്ധപ്പെട്ട ബഷീർ അടക്കം നിയമസഭയിൽ പറഞ്ഞത് നിങ്ങളുണ്ടാക്കിയ കരാർ ഇപ്പൊ ഞങ്ങൾ മേത്ത് വന്ന് പെട്ട് കിടക്കണം എന്നുള്ള തരത്തിലൊക്കെയാണ് ചർച്ച നടക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് CPI എങ്ങനെയൊക്കെയായിരുന്നു CPMനെ മുന്നണിക്കുള്ളിൽ കെട്ടിയിട്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു. അതും പ്രത്യേകിച്ച് മുന്നണിക്കുള്ളിൽ വലിയ തരത്തിലുള്ള പദവികളൊന്നും ഇല്ലാതെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോ പിണറായി വിജയൻ കാരണം പാർട്ടി അടപടലം മൂഞ്ചി നിൽക്കുന്നു. പാർട്ടി വലിയ തരത്തിലുള്ള പരാജയം
നേരിട്ടിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റും നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ രംഗത്തും ഇപ്പൊ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പിണറായി വിജയനെതിരെയും അതേപോലെ എം വി ഗോവിന്ദനെതിരെ വലിയ തരത്തിലുള്ള രൂക്ഷമായ വിമർശനം നടക്കുന്നു. എന്നിട്ടും CPM ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരുന്നു. അതിൽ CPM-നുള്ളിൽ പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ട്. നമ്മൾ മുമ്പ് ആ വിഷയം ബന്ധപ്പെട്ട് കൃത്യമായി ചർച്ച ചെയ്തതുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ MA ബേബി അടക്കമുള്ള പല നേതാക്കന്മാരും ഈ വിഷയം ബന്ധപ്പെട്ട് മുന്നണിക്കുള്ളിൽ തന്നെ പിണറായി വിജയനെതിരെ കോപ്പ് കൂട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത്. മറുവശത്ത് ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് CPI യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറയുന്നു. ഇതിന് മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ CPIക്ക് വിട്ടുകൊടുത്താൽ പല കാര്യങ്ങളുടെയും ഇപ്പൊ ഇത്രയും കാലം പാർട്ടിയുടെ അല്ലെങ്കിൽ LDF-ന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, പൂർണ്ണ പവർ കൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്നിരുന്നത് ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രമായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ, നമ്മൾ പറയാറുണ്ടല്ലോ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, കർണാടകയിലെ കണ്ട ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നൊക്കെ കേട്ടതായിരുന്നു. അപ്പം ഇത്തരത്തിൽ ഇവിടെ ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനമാണെന്ന് പറയുന്നതുകൊണ്ട് വളരെ കൃത്യമാണ്. CPM ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് എടുത്തു കഴിഞ്ഞാൽ അതിന് വിയോജിപ്പ് ഉണ്ടെങ്കിൽ മുന്നണിക്കുള്ളിൽ തന്നെ ഈ ഒരു പവർ വെച്ചുകൊണ്ട് കൃത്യമായി, നമ്മളിപ്പം അമേരിക്ക ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും വീറ്റോ പവർ എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായി പിണറായി വിജയനെതിരെ വീറ്റോ പവർ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം കൂടിയിട്ടാണ് CPI ഈ വിഷയത്തെ എടുക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലൂടെ പോകും എന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ വിഷയം ബന്ധപ്പെട്ട് ഇനി CPM എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഒരു വിഷയം. ഒന്നല്ലെങ്കിൽ CPM ഈ പറഞ്ഞ പോലെ CPI മുന്നണിക്ക് നിന്ന് പുറത്തോട്ട് എറിയും. കാരണം പിണറായി വിജയൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഇടും. അതല്ല എന്നുണ്ടെങ്കിൽ CPI അവർ പറയുന്ന കാര്യം CPM കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ CPI മുന്നണി വിടും. നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കേരള രാഷ്ട്രീയത്തിൽ കണ്ടതുമാണ്. അപ്പം ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി തുടർ നടപടി ഉണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം.